ആപ്പിളിൻ്റെ സാധനങ്ങളൊക്കെ ആൾക്കാർ വായിക്കുന്നത് ഷോ ഓഫിനല്ലേ. ഞാൻ റീസെൻറ്റ് ടൈംസിൽ ഉപയോഗിച്ച ഫോൺസിലെ ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് എന്തായാലും ഐഫോണാണ്. കാര്യം അത് ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും ബോറിങ് വേറെ ഒന്നുമില്ല. സാംസങ് ഉണ്ടാക്കിയിരുന്ന ഡിസ്പ്ലേ തന്നെയല്ല ഐഫോൺ ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ് വിസസ് ഐഫോൺ. സോ ഇത് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡിബേറ്റാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. ആൻഡ്രോയിഡ് വിസസ് ഐഫോൺ. ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, ഇതിൽ രണ്ടിൽ ഏത് സോഫ്റ്റ്വെയർ നമ്മൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക്. ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടി നമ്മൾ കാനഡയിലാണുള്ളത്. ആൻഡ് ഇവിടെ ആൾക്കാർ ഒബ്വിയസ്ലി ഒരു 5 പേരെടുത്ത 4 പേരുടെ ഐഫോൺ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്താണ്. ബട്ട് സ്റ്റിൽ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാനലിരിക്കുന്നതാണെങ്കിൽ എൻ്റെ ഉള്ള ആൻഡ്രോയിഡാണ്. എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ആൻഡ്രോയിഡാണ്. അത് ആൻഡ്രോയിഡാണ്. 2 ഐഫോണുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പ് കാണാൻ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ചോയ്സ് ആ ഒരു സംഭവം എടുത്തു എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്ക്. ബെൻസ് ബൈ എന്തുകൊണ്ട് ആൻഡ്രോയിഡ് എടുത്തു? ആൻഡ്രോയിഡ് അല്ല, കുറേ കസ്റ്റമൈസിങ് ഓപ്ഷൻ ഉണ്ട്. കാര്യം പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എനിക്കറിയത്തില്ല അങ്ങനെ ഇതിനകത്ത് ഫയൽ മാനേജ് ചെയ്യുന്നതാണെങ്കിൽ കൂടി ആൻഡ്രോയിഡ് അയച്ചുകൂടെ പെട്ടെന്ന് നോക്കില്ല. പക്ഷേ ഞാനെടുത്ത് അതുകൊണ്ടൊന്നുമല്ല, കുറേ നാളായിട്ട് ആൻഡ്രോയിഡ് യൂസ് ചെയ്ത് തന്നെ ശീലം. അതുകൊണ്ട് ആ ശീലം മാറ്റണ്ടെന്ന് വെച്ചു. പിന്നെ ഒട്ടുമിക്ക ഒരു ഐഫോൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിച്ച് ലുക്ക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അതൊക്കെ ആയിരുന്നു ഒരു സമയം വരെ. ഈവൻ നാട്ടിലാണല്ലോ ഇപ്പൊ അങ്ങനെയല്ല, ആർക്കാട് ഐഫോൺ മേടിക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഇമേജ് മാറിയത്. പിന്നെ ക്യാമറ, അതാണ് ഒരു പ്രധാന ഇത്. ക്യാമറ എന്നാലും ഇത്രയും വിലയുള്ള ഫോൺ കയ്യിരിക്കുന്നു പറയുമ്പോൾ എല്ലാവർക്കും ഒരു അഭിമാനം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആൻഡ്രോയിഡും വില കൂടിയതാ. ഇപ്പോൾ ആൻഡ്രോയിഡിന് ഏതാ വിലക്കുറവ്? എല്ലാം ഏറ്റവും കൂടുതൽ ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റല്ലേ എപ്പോഴും വില കൂടെ നിൽക്കുക. ഇല്ലില്ല, സാംസങ്ങിന് ഈവൻ സെയിം റേറ്റിനൊക്കെയാണ് സാംസങ് S26 അൾട്ര മേടിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഐഫോണിനെക്കാട്ടും കൂടുതലാവും. പിന്നെ ഞാൻ സി ഫോൾഡിനൊക്കെ $2,500 ഭയങ്കര വില. $2,500 അൺഅഫോർഡബിൾ സാധനം. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ആൻഡ്രോയിഡ് പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ഈ ടെലിഗ്രാമിലൊന്നും കയറി ഐഫോൺ ഡൗൺലോഡ് ചെയ്യാൻ ഒക്കത്തില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ആ വീഡിയോ കാണാനേ പറ്റത്തില്ല. പക്ഷെ ആൻഡ്രോയിഡിലാണെങ്കിൽ പറ്റും. സിനിമ ഡൗൺലോഡ് ചെയ്ത് ആൻഡ്രോയിഡിൽ കുറെ കൂടെ APK ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. APK ഒന്നും ഐഫോണിൽ പറ്റത്തില്ല. പൈറേറ്റ് വേർഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും പറ്റില്ല. അതാണ് പൈറേറ്റഡ് വെബ്സൈറ്റിലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ ഐഫോണിൽ പോസിബിൾ അല്ല. ആപ്പ് പോലും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുള്ളതാണെങ്കിലും എല്ലാവരും ഫ്രീ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒട്ടുമിക്കവരും ഇത് പൈറേറ്റഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ആൻഡ്രോയിഡ് ചൂസ് ചെയ്യും ചിലർ. കസ്റ്റം ബൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവം കസ്റ്റമായിട്ട് സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡിൻ്റെ തന്നെ വേറെ വെർഷനിലേക്ക് മാറാൻ പറ്റും. ഇല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ തന്നെ പ്രൈവസി കൂടുതലുള്ള എനിക്കൊന്ന് ഓക്സിജനോ, എനിക്ക് പേര് ഞാൻ പറഞ്ഞ ഓക്സിജൻ അല്ല, എന്തൊക്കെയോ ഓക്സിജൻ OS അല്ല, അങ്ങനെ വേറെ ഏതൊരു സംഭവമൊക്കെ ഉണ്ട്. ഈ ആൻഡ്രോയിഡ് തന്നെ സെയിം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടും, എക്സെപ്റ്റ് അതിൽ പ്രൈവസി കൂടുതലായിരിക്കും. ബട്ട് തന്നെ അത് ഒഫീഷ്യലി ഗൂഗിളിൽ നല്ല വരുന്നത്, അത് ഇതുപോലെ ആൾക്കാർ ബാക്ക് എൻഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു കാര്യം പ്രൈവസിയിൽ വരുമ്പോൾ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിൻ്റെ ബാക്ക് എൻഡ് ഐഫോണാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ഓപ്പൺ സോഴ്സ് അല്ല. അതിന് ഗുണങ്ങളുണ്ട്. അപ്പോൾ IP എനിക്കൊന്ന് ഒരു ഫേമസ് കേസൊക്കെ നടന്നായിരുന്നു. ഒരു പുള്ളി എന്തോ വലിയ ക്രൈം ചെയ്തു. ബട്ട് തന്നെ US ഗവൺമെൻറ് ആപ്പിളിനോട് ചോദിക്കുകയാണ് ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് ആക്സസ് വേണമെന്ന് പറയുമ്പോൾ അവർ പറയില്ല ഞങ്ങളുടെ അങ്ങനെ ഗുണങ്ങളുണ്ട്. ബട്ട് നേരെ തിരിച്ച് പ്രശ്നം എന്ന് വെച്ചാൽ ആപ്പിൾ എന്ത് ചെയ്യുന്നുള്ളത് നമുക്കറിയത്തില്ല. ആപ്പിൾ നമ്മുടെ ഡേറ്റ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. കമ്പയർ ടു ആൻഡ്രോയിഡിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ആൻഡ്രോയിഡ് ഓപ്ഷൻ സോഫ്റ്റ്വെയർ നമുക്ക് അവിടെ പോയിട്ട് കാണാം അവരുടെ കോഡ് എന്താണെന്നുള്ളത്. അത്യാവശ്യം കോഡിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ കോഡിൽ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതെന്താണ് ഇത് ഇങ്ങനെ സംഭവം എന്നുള്ളത് അവർക്ക് തന്നെ പറഞ്ഞിട്ട് ആ കോഡ് ഉപയോഗിച്ച് അവർക്ക് മോഡിഫിക്കേഷൻ വരുന്നത്. അത്ര ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഹാക്ക് ചെയ്യാൻ നോക്കുന്നവനും ഹാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുന്നവനും മനസ്സിലാക്കും. കമ്പയർ ടു ആപ്പിളിൻ്റെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും എല്ലാവരും തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഇനി ബാക്കി പറഞ്ഞു ഷൈനോക്ക് എന്താ അല്ല ഐഷ എന്തുകൊണ്ടാണ് ഐഫോണിൽ നിൽക്കുന്നത്? ഇല്ല, ഞാൻ വേറെ ഒന്നുമില്ല. എനിക്ക് യൂസർ ഇൻ്റർഫേസ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ വറീസ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് ചാടാം, അതിൽ നിന്ന് ഇപ്പുറത്തോടെ ചാടാം. ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സാധനം. എനിക്കൊന്നും ആൻഡ്രോയിഡ് എത്ര സ്മൂത്ത് ആണെന്ന് എനിക്കറിയില്ല. ആൻഡ്രോയിഡ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണും സാംസങ്ങിൻ്റെ ലാപ്ടോപ്പും സാംസങ്ങിൻ്റെ ഒരു ഫുൾ എക്കോസിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര കൺവീനിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആപ്പിൾ ആ ഒരു എക്കോസിസ്റ്റം അവർ ബിൽഡ് ചെയ്തേക്കുന്നത് ആൾക്കാർക്ക് കൊടുക്കുന്ന കൺവീനിയൻസും ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ ആപ്പിൾ പ്രോഡക്ട്സ് നീ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്? എനിക്കിപ്പോൾ ഒരു ഐപാഡ് ഉണ്ട്, ഒരു ഫോണുണ്ട്, പിന്നെ ലാപ്ടോപ്പ്, എയർപോഡ്സ്, വാച്ച് പിന്നെ എന്താ ബാക്കിയുള്ള? ഇനിയിപ്പോൾ എന്താ മറ്റേ ഉണ്ട് മാക്കിൻടോഷ്, മറ്റേ മാക്ബുക്ക്, ഇത് എന്താ ആപ്പിൾ പ്രൊവിഷൻ, മറ്റേ ഹെഡ്ഫോൺ സാധനങ്ങളുണ്ട്. മേടിക്കാൻ കുറേ ഉണ്ട്. പക്ഷേ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യം അനുസരിച്ചാണല്ലോ നമ്മൾ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിക്കുന്നത്. അപ്പോൾ
ഈ എക്കോസിസ്റ്റം ഭയങ്കര എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. എഫിഷ്യൻറ്റും ആണ്. പക്ഷെ അത് എത്ര പേർക്കുണ്ട് അങ്ങനത്തെ ഫുൾ എക്കോസിസ്റ്റം? എല്ലാവരും കൂടി ഇപ്പോൾ എല്ലാവർക്കും എക്കോസിസ്റ്റം ഒന്നുമില്ല. എല്ലാവർക്കും എക്കോസിസ്റ്റം നോക്കി ആരും ഐഫോൺ മേടിക്കാൻ എൻ്റെ പേഴ്സണൽ ഇതാ പറയുന്നത്. ഞാൻ ചൂസ് ചെയ്യുന്നതിന് കാരണം ഇത് തന്നെയാണ്. എനിക്കിപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ എയർപോർട്സ് വെച്ച് കഴിഞ്ഞാലും എനിക്ക് മാനുവലി വേറൊന്ന് കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ എയർപോർട്സ് ഇതിലോട്ട് വരും. അത് കഴിഞ്ഞ് ഞാൻ ഫോണിലോട്ട് മാറുവാണെങ്കിൽ അത് തന്നെ മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കലി ഫോണിലോട്ട് വരും. അത് എനിക്കറിയില്ല, അത് മാത്രം എഫിഷ്യൻ്റ്. നിനക്ക് നിന്റെ സാംസങ്ങിലുണ്ട്, പക്ഷേ പ്രശ്നം വെച്ചാൽ സാംസങ്ങിന് ലാപ്ടോപ്പ് ഇല്ല. അതിൽ ലാപ്ടോപ്പ് ഉണ്ട്, അത് എഫിഷ്യൻ്റ് അല്ല. അതാണ് പ്രശ്നം. സാംസങ്ങിൽ ലാപ്ടോപ്പും ഫോണും ടാബ്ലറ്റും നീ ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. അത് സാംസങ് ലാപ്ടോപ്പിനല്ല, എൻ്റെ ഹെഡ്ഫോണിന് മാത്രമുള്ള സാധനം. ഫോണിനുള്ളത് അത് ആപ്പിളിൻ്റെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ അത് അങ്ങനെ ചെയ്യും, നമ്മളൊന്നും അറിയണ്ട. ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു. ഒരു റീൽ കണ്ടിട്ട് ഇപ്പോഴത്തെ ഫോണിൽ റീൽ പ്ലേ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരും. പക്ഷെ വേറെ സാംസങ്ങിനുള്ള വലിയൊരു സംഭവം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരേ സമയം 2 സ്ഥലത്ത് ഓഡിയോ പ്ലേ ചെയ്യാൻ പറ്റുമോ ഫോണിലെ? ഒരെണ്ണം നിങ്ങൾ സ്പോട്ടിഫൈയിൽ ഇപ്പം സ്പീക്കറിൽ പാട്ട് കേട്ടോണ്ടിരിക്കുമോ, കൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ സൗണ്ട് വരത്തില്ല. സൗണ്ട് പറഞ്ഞാൽ പോസ് ആവും. പോസ് അല്ല, സൗണ്ട് രണ്ടും ഒരുമിച്ചല്ലേ? ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ സ്പീക്കറിൽ നിന്നല്ലേ? ഇതിന് 2 ഔട്ട്പുട്ട് ഉണ്ടെന്നാണ്. ഇതിന് 2 പറ്റുമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേട്ടോണ്ടിരിക്കാം, വേണമെങ്കിൽ ഫോണിൽ സ്ക്രോൾ റീൽ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാം ഫോണിൽ വരുള്ളൂ. പക്ഷെ ബ്ലൂടൂത്ത് സാധനം മാത്രം അപ്പുറത്ത് വരും. അത് എവിടെ അതെനിക്ക് തോന്നുന്നു അത് ഈയിടെ എനിക്ക് അതൊന്നും ആയാലും അവരെനിക്ക് തോന്നുന്നു ഈ റിഫ്രഷ് റേറ്റ് തന്നെ 120 ആക്കിയത് ഈ കഴിഞ്ഞ കൊല്ല 17 ഇറങ്ങിയപ്പോൾ. അതിനു മുന്നേ ഭയങ്കര ബാക്കിലായിരുന്നു. അവരെനിക്ക് തോന്നുന്നു അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും അത്രയൊന്നും പറയുന്നൊന്നുമില്ല. ഇപ്പൊ ഈവൻ ഫോണിന്റെ ഒരു ഡിസൈൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു 5 കൊല്ലത്തേക്ക് സെയിം ഡിസൈൻ ആയിരിക്കും. ക്യാമറ അങ്ങോട്ടും സാംസങ്ങിന് അങ്ങനെ ഒരു മാറ്റമുണ്ട്. പക്ഷെ ഇപ്പൊ സാംസങ്ങും സെയിം തന്നെ. സാംസങ് കുറെ കാലമായിട്ട് ഈ സെയിം ഡിസൈൻ ഇറങ്ങി കഴിഞ്ഞാൽ 4 വരെ ഈ സെയിം ആയിരുന്നു. 26 25 ആണ് ഒന്ന് മാറ്റി പിടിച്ചത്. കട്ടിങ്ങും കാര്യങ്ങളും സെയിം ഇത് തന്നെ. കഴിഞ്ഞ ഡിസൈൻ ഇത് തന്നെ ആയിരുന്നു. 25 ഇത് തന്നെ ആയിരുന്നു. 26 ഇപ്പൊ സെയിം. ഞാൻ 2 ഉപയോഗിച്ചിട്ടുള്ളൂ. ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു കുറെ നാൾ ആൻഡ്രോയിഡ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ 2 ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ കൂടെ ഈസിയും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഇത് തന്നെ. യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല, ചിലതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഈ കോൾ ലോഗ് അതൊരു എന്തോ ഒരു 100 വരെ ലിമിറ്റ് ഉള്ളൂ എന്ന് ഐഫോണിൽ പറയണം. ഐഫോണിൽ കോൾ ലോഗ് സെപ്പറേറ്റ് എടുക്കാൻ പറ്റുമോ? ലൈക്ക് വാട്സാപ്പിലെ കോളും ബാക്കി കോളും എല്ലാം ഒറ്റ ലോഗായിട്ട് വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഇന്നലെ എത്ര വരെ ഉള്ളത് കണ്ട് കാണാൻ പറ്റുള്ളൂ. അത് ഭയങ്കര വലിയ എണ്ണ എനിക്കറിയില്ല. ഇപ്പൊ ഇന്നലെ വരെ ഒന്നുമല്ല, കുറെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു. അതാ പറഞ്ഞത്, അതിന്റെ എണ്ണത്തിന്റെ 100 വരുവാണെങ്കിൽ ഇപ്പൊ 100 നിന്റെ ഇന്നലെ കൊണ്ട് വരുവാണെങ്കിൽ ലച്ച് അത്രേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കോൾസ് വരുന്നുണ്ടെങ്കിൽ അല്ല കുറവ് കോൾസ് വരുന്നെങ്കിൽ ചിലപ്പോൾ 2 ദിവസം ബാക്കിലോട്ട് വരുള്ളത് കാണാൻ പറ്റും. അത് മാത്രമല്ല വേറെ കുറെ അങ്ങനത്തെ ലൈക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ കുറേ ഐഫോണിൽ മിസ്സിങ് ആണ്. സംഭവം ശരിയാണ്, സംഭവം യൂസ് ചെയ്യാനൊക്കെ സംഭവം എളുപ്പമാണ്, അടിപൊളിയാണ്, നല്ല ക്യാമറയാണ്, നല്ല OS ആണ്, എല്ലാം. പക്ഷേ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ്. ഇപ്പോൾ ആൻഡ്രോയിഡ്സിനൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡിൻ്റെ കേസിൽ ഒരു ഡിസഡ്വാൻറ്റേജ്, ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ്സ് ഐഫോൺ തരുന്ന പോലെ തരില്ല. ഐഫോൺ അപ്ഡേറ്റ് പക്കയാണ്, വരും എന്ന് പറഞ്ഞാൽ വരും, അപ്ഡേറ്റ്സ് ഉണ്ടാവും. അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ ഒരു 5 കൊല്ലം 6 കൊല്ലം ഒക്കെ ആയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ പരിപ്പിളകും. അത് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ കേസിൽ എനിക്ക് മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് എന്തായാലും നിന്റെ ഇപ്പോൾ പുതിയ ഏറ്റവും വെർഷനായിട്ടുള്ള ഫോണാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഐഫോൺ തരുന്ന പോലെ അപ്ഡേറ്റ്സ് സാംസങ് തരത്തില്ല. അവർ ഒബിയസ്ലി ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും പൈസ ഔട്ട്. എനിക്കൊരു S8 ഉണ്ടായിരുന്നു. അത് ഞാൻ ഫോൺ മേടിച്ചിട്ട് എനിക്ക് ആദ്യത്തെ ഒരു വർഷം അതിന് അപ്ഡേറ്റ് കിട്ടി. പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്ട് ഉപയോഗിച്ച് അവസാനമായപ്പോഴത്തേക്കും ഫോണും അനങ്ങുന്നില്ല, അപ്ഡേറ്റ്സും വരുന്നില്ല. അവരാണ്ട് അവസാനം പറഞ്ഞു ഇതുവരെയുള്ള ഫോണിന് എനിക്ക് തോന്നുന്നു എൻ്റെ ഫോൺ വരെ ഇനി അപ്ഡേറ്റ്സ് ഇല്ല, പെർമനൻ്റ്ലി അപ്ഡേറ്റ്സ് നിർത്തി. അപ്പോഴാണ് ഞാൻ ഫോൺ മാറി അടുത്ത ഫോണിലോട്ട് പോയി. കാരണം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഫോൺ ഓൺ ആക്കുമ്പോൾ ബാറ്ററി തീർന്നു. ഇത് 3 വർഷമായി, പക്ഷേ ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം വരും. ഒബിയസ്ലി എനിക്കൊന്നും ഇപ്പം തന്നെ തീരൂടാ. ഐഫോൺ തരുന്ന പോലെ എന്തായാലും അവർ തന്നോണ്ടിരിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഫോൺ ഇവിടം വരെയുള്ള ഫോണിനെടുത്ത് മാറ്റുമെന്ന് പറയും. 5 വർഷം അവിടെ സാംസങ്ങിൻ്റെ ഒരു ട്രെൻഡ്. സാംസങ് ആൻഡ്രോയിഡ് അത്രയും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും കമ്പനികളൊന്നും അപ്ഡേറ്റ്സേ കൊടുക്കുന്നില്ല. അപ്ഡേറ്റ്സ് കൊടുക്കുന്നതിന് പുറമെ കൂടുതൽ ബഗ്സും ആണ്. എനിക്ക് തോന്നുന്നു ഈവൻ സാംസങ്ങിൽ ബഗ് ഉണ്ടെന്ന് തോന്നുന്നത്. ബഗ്ഗുണ്ട്, ആഡ്സ് ഉണ്ടാവും. ആഡ്സ് ഇല്ലേ ഫോണിൽ? വെറുതെ ആഡ് വരാനല്ലോ. ഫോണിൽ ആഡ്സ് വരില്ലേ? ഇല്ല, സാംസങ് അത് ജസ്റ്റ് ചെറിയ ഓക്സിജൻ വോയിസ് ഓടിക്കുന്ന ഫോണുകൾക്കൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ആൻഡ്രോയിഡ്. അതും ഞാൻ ഈ പറഞ്ഞ ഐഫോണിൽ ഒരു മിസ്സിംഗ് പോലെ. അത് എങ്ങനെയാണ് റിംഗ് ടോൺ സെറ്റ് ചെയ്യുന്നത്? അവർക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും, മാറ്റാൻ പറ്റും. അത് റീസെന്റ് പുതിയ സാധനമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഇപ്പൊ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ലേ ഔട്ട് ഒക്കെ മാറ്റാനൊക്കെ പറ്റുമോ? ലൈക്ക് ഇഷ്ടമുള്ള പോലെ മാസം അല്ലെങ്കിൽ ആഴ്ച ഇങ്ങനെ മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റുമോ? ലേ ഔട്ടും അതൊക്കെ ഇപ്പൊ വന്ന ഫീച്ചേഴ്സ്. ഇപ്പൊ മറ്റേ കസ്റ്റമൈസേഷൻ എഡിറ്റ് ഒക്കെ 2 വർഷം ഇതുപോലെ ആപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ എടുത്ത് കറക്കിടാനൊക്കെ പറ്റും. അത് പറ്റും, നിലവിൽ പറ്റും. കറന്റ്ലി ഇത് സിമ്പിൾ ആണ്, മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീം മാറ്റാൻ ഇതിന്റെ പറഞ്ഞ ഒരു 10,000 കണക്കിന് ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ ഓഡിയോ ജാക്ക് ഉണ്ടോ?
ഇല്ലില്ല, ഓഡി ജാക്ക് സാംസങ് എടുത്തു. അത് കളഞ്ഞു. ടൈപ്പ് സി മാത്രമേ ഉള്ളൂ ഇപ്പം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഒരു 10,000 എണ്ണം ഉണ്ട്. നമുക്കാണെങ്കിൽ വേണമെങ്കിൽ ആഴ്ച അതിന്റെ ആവശ്യമുണ്ടോ അത്? എടാ അത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു ഫോൺ ഉപയോഗിക്കുന്ന ഫീൽ സത്യം പറഞ്ഞാൽ. ഫുൾ തീം മാറ്റാം. പക്ഷെ ആപ്പിളിന്റെ കേസിൽ അതാ, നമ്മൾ എത്ര ഉപയോഗിച്ചാലും മടുക്കില്ല. ഇപ്പൊ ഇവരിത് ഇങ്ങനെ ഉപയോഗിച്ച് മടുക്കുന്നോണ്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് തീ മാറ്റാൻ തോന്നുന്നു. മടുക്കുന്നോണ്ടല്ല, എനിക്ക് മടുക്കാറില്ല. എനിക്ക് ഇതിങ്ങനെ കാണുന്നത് എനിക്ക് എന്ത് ഇഷ്ടം, ഇതിൽ എനിക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ അത് നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആപ്സ് ഐക്കൺ മാറ്റാൻ പറ്റത്തില്ല, ബ്ലാങ്ക് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. എങ്ങനെ ഈ ആപ്സ് ഒന്നും ഇല്ലാതെ ബ്ലാങ്ക് സ്ക്രീൻ വെക്കാൻ പറ്റത്തില്ല? ഇല്ല, അത് പറ്റത്തില്ല. അങ്ങനെ വേണേ ചെയ്യാം. പക്ഷെ അപ്പത്തേക്ക് നീ അല്ലാതെ ഇവിടോട്ട് എടുത്തിടേണ്ടി വരും, ആപ്പ് ലൈബ്രറിയിലോട്ട് മാറ്റേണ്ടി വരും. രണ്ട് നീ ആപ്പ് ലൈബ്രറി ഇപ്പോൾ എടുക്കേണ്ടി വരും. അല്ലാത്ത കേസിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ അതാണ് ശോകം. എനിക്ക് അതിലൊരു ചെറിയ അഡ്വാൻറ്റേജ് ഇപ്പൊ വെച്ചാൽ എനിക്കിപ്പോ ഈ ഷോടെ ഇതിങ്ങനെ കാണണം. അപ്പൊ എനിക്ക് മുഖമായിട്ട് കാണണമെങ്കിൽ ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര അതിപ്പോ ഇതിവിടെ ചെയ്യാം. ഇങ്ങനെ മറ്റു കസ്റ്റമേഴ്സ് ഇപ്പൊ പറ്റും. റീസെന്റ് ആയിട്ട് പറ്റും. പണ്ട് പറ്റത്തില്ല, പണ്ടത് പറ്റത്തില്ലായിരുന്നു. പിന്നെ തീം മാറ്റുന്ന കേസും 1 വർഷം കണ്ടായിട്ടുള്ളൂ വന്നിട്ട്. അതൊക്കെ പറഞ്ഞാൽ ആപ്പ് ടീം ഒന്നും മാറ്റാൻ പറ്റും. അതിടക്കിടക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഇത് കിട്ടും, നല്ലൊരു ഇത് കിട്ടും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആപ്പിളിൻ്റെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോഡ്സും ഈ മാക്കുവാ. അടിപൊളി പ്രൊഡക്ട്സാണ് മാക്ക്. ഐ മീൻ ലാപ്ടോപ്സിൽ എനിക്ക് തോന്നുന്നത് വേറെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ആപ്പിൾ പ്രൊഡക്റ്റ് മാക്ക് അല്ല, കുറേ നാളുകൾക്ക് ശേഷം എടുക്കുന്ന പ്രൊഡക്റ്റ് മാക്കായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ ഇത് അടിപൊളിയാണ്, ഇതൊരു രക്ഷയില്ല, വേറെ ലെവൽ സാധനമാണ്. സോഫ്റ്റ്വെയർ ഈവൻ അവർ 599 മാക്ക് ഇറക്കി, അതിന് കോമ്പറ്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. നിയോ അതിനായിരുന്നു അവർ പ്രൈസ് ഇറക്കി. ആ ഒരു ബുക്കൊക്കെ പെട്ടുപോയെന്ന് പറഞ്ഞത് ആ സാധനം ഇറങ്ങി കഴിഞ്ഞപ്പോൾ. അതിൻ്റെ അടുത്ത് പോലും വേറെ ലീഗിൽ ഒരു ലാപ്ടോപ്പ് ഇല്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ എയർപോഡ്സ് ആണെങ്കിലും വേറെ ലെവലാണ് എയർപോഡ്സ്. പക്ഷേ ഇപ്പോൾ സാംസങ്ങിൻ്റെ ബഡ്സ് റീസെൻ്റ് ഇറങ്ങിയത് അടിപൊളിയാണ്. പക്ഷേ ഇത്ര നാളും ഇല്ലായിരുന്നു ഒരു നല്ലൊരു മൈക്ക്, അല്ലെങ്കിൽ ഇത്രയും മൈക്രോഫോൺ ക്വാളിറ്റി ഉള്ളൊരു വേറെ സംഭവം ഞാൻ ഇതിലായിട്ട് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പ്ലസ് നോയിസ് ക്യാൻസലേഷനും എല്ലാം കൂടി ഓവറോൾ വരുന്നത് അതൊരു അടിപൊളി കോംബോ സംഭവമായിരുന്നു, സെറ്റായിരുന്നു. എനിക്ക് അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അവരുടെ ഫോണാണ്. അവരുടെ ഫോണിൻ്റെ ഞാൻ ഇഷ്ടപ്പെടണം എന്ന് ഓർത്തു. കാര്യം ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇതെടുത്തപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എയർപോഡ്സ് എടുത്തു. കാര്യം എയർപോഡ്സ് അത്രയും മൈക്ക് ക്വാളിറ്റി ഉള്ളതുകൊണ്ട്. രണ്ടും എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ ഫോണും അങ്ങോട്ട് മാറി നോക്കാം. പക്ഷേ ഫോൺ ഞാൻ എപ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നു എനിക്ക് ഫോൺ ഇഷ്ടപ്പെടത്തില്ല. കാര്യം എനിക്ക് ഫോണിൽ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്റ്റിക്കാണ്. എനിക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഹാപ്റ്റിക്ക്, ഞാൻ പിക്സലാണ് പണ്ട് മുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എങ്ങനെ ആൻഡ്രോയിഡ് ഇരിക്കണം എന്ന് ഉദ്ദേശിച്ചോ അതങ്ങനെ ആ സംഭവത്തിൽ കിട്ടും. അതെനിക്ക് വേറൊരു ഫോണിൽ കിട്ടത്തില്ല. അത് ഈ ആപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ അനിമേഷൻ, ഈ രണ്ട് സാധനങ്ങൾ ഹാപ്റ്റിക്സ് ആനിമേഷൻ, പിക്സലിൻ്റെ ഹാപ്റ്റിക്സ് വേറെ ലെവലാണ്. ഈ കൈ കിട്ടുന്ന വൈബ്രേഷൻ കീബോർഡിൽ അത് ഞാൻ ഐഫോണിൽ എനിക്ക് കിട്ടാറില്ല. ഞാൻ സെറ്റിങ്സ് മാറ്റിയാലും എനിക്കൊന്നും അത് കിട്ടത്തില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ ഓരോ ആപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ അനിമേഷൻ സംഭവങ്ങൾ, ഐഫോണിൻ്റെ അനിമേഷൻ നല്ലതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിക്സൽ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ അനിമേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ടു ആയി. പിന്നെ അതിൻ്റെ AI ഫീച്ചേഴ്സൊക്കെ, അത് 3 സിമ്പിൾ കാരണം പിക്സൽ ഞാൻ ഇത്ര നാൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ പിക്സലിൽ എനിക്ക് ഞാൻ 2 ഫോൺ ഉപയോഗിച്ചു. ഞാൻ പിക്സൽ 5 പിക്സൽ 9 2 ഉപയോഗിച്ച പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഹെഡ്ഫോൺസ് എത്ര ഞാൻ ഹെഡ്ഫോൺ ഉപയോഗിച്ചാലും അതിൽ ബ്ലൂടൂത്തിനൊരു ക്ലച്ച് വരും. അത് വെച്ചിട്ട് മൈക്രോഫോൺ കുറേ നാൾ കഴിയുമ്പോൾ ഇതിനെ എടുക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പിക്സൽ എടുക്കാനും പറ്റുന്നില്ല. പക്ഷേ ഐഫോൺ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ 1 മാസം ഉപയോഗിച്ച് നോക്കി, എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ തിരിച്ചു കൊടുത്തു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സംഭവം ഉപയോഗിച്ച് വന്നതുകൊണ്ട് എനിക്ക് ആ ഫീൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ടൈംഫുള്ളി അതെല്ലാം കൂടി എനിക്ക് സാംസങ്ങിൽ കിട്ടി. സാംസങ്ങിൽ എനിക്ക് തോന്നുന്ന ഹാപ്റ്റിക്സ് പവർക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ സെയിം അനിമേഷൻ സംഭവം കിട്ടി. പിന്നെ സോഫ്റ്റ്വെയറും എനിക്ക് തോന്നുന്നു ഗൂഗിളിൻ്റെ. പക്ഷേ ഓൾദോ ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീൽ കിട്ടത്തില്ല. വിച്ച് ഒരു സംഭവം ഞാനിതിൽ മിസ് ചെയ്യുന്നത്. പക്ഷേ ഇത് സാംസങ്ങിൻ്റെ വോയിസ് ഞാൻ ഇട്ടായിരുന്നു. അതല്ല, അതുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അത് മാത്രമാണ് ഞാൻ മിസ് ഔട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു പിക്സൽ അടങ്ങി ഞാൻ പിക്സൽ എടുക്കത്തുള്ളൂ. പക്ഷേ അവിടെ ആപ്പിളാണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരുടെ വോയിസ് അവരുടെ ആ എനിക്ക് തോന്നുന്നു അവരെ ഇത് സ്റ്റിൽ ആൻഡ്രോയിഡ് ആണ്. ബട്ട് ദെൻ സാംസങ്ങിൻ്റെ സ്കിൻ ഉണ്ടെന്നുള്ളൂ, സാംസങ്ങിന് തീം ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ. ഐഫോൺ മറ്റേ വൈബ്രേഷൻ നമുക്ക് മാറ്റാൻ പറ്റത്തില്ലേ? ഫോൺ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കാണോ? അല്ല, വൈബ്രേഷൻ ലൈക്ക് ഇഷ്ടമുള്ള രീതി വൈബ്രേഷൻ പറ്റുമോ? അതോ ഒറ്റ സെയിം മോഡ് വൈബ്രേഷൻ ഉള്ളത് എനിക്ക് തോന്നുന്നു. വേറെ വൈബ്രേഷൻ നിനക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിന് ഉള്ളിലൊരു മോട്ടറുണ്ട്. അത് സാംസങ് കൊടുത്ത്, അത് അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ. ഇത് ഈ ഫോണിനൊരു മോട്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ എനിക്കൊന്ന് ഭയങ്കര കൂടിയ മോട്ടർ ഉണ്ട്. അതിന് തൊടുമ്പോൾ തന്നെ എൻ്റെ കൈ ഫുള്ള് വരയ്ക്കും. അതൊരു എനിക്ക് ചെയ്ത എൻ്റെ ഒരു ശീലമായതുകൊണ്ട് എനിക്ക് ആ കയ്യിൽ വൈബ്രേഷൻ കിട്ടിയില്ലെങ്കിൽ ഇതൊരു ടൈപ്പ് ചെയ്യുമ്പോൾ ഫീൽ കിട്ടത്തില്ല. അതൊരു പ്രശ്നമാണ്. എനിക്കതൊരു ഞാൻ ഇതിൽ ഉപയോഗിച്ചു ഏറ്റവും ഹയസ്റ്റ് ഇട്ടാലും അതിന് വേറെ ടൈപ്പാണ് ഉള്ളത്, വേറെ മോട്ടർ അതിലിരിക്കുന്നത്. ആ ഒരു മോട്ടറിന് ഫീൽ ചെയ്ത് കിട്ടത്തില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പം അങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈവൻ ഐഫോൺ ഇപ്പോൾ പുതിയ ഫോൺ ഇറക്കുന്നതാണെങ്കിൽ എനിക്ക് ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നു തോന്നുന്നുണ്ട്. ഈവൻ ആ 17 Pro സാധനങ്ങളൊക്കെ ഇറക്കി അവർ ഇത്ര നാളും ടൈറ്റീനിയം ഇതും മറ്റേ ഗ്ലാസ് വല്ല ഉപയോഗിച്ചിട്ട് അവർ ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ അലുമിനിയം പോയി. അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഫോൺ എടുത്തപ്പോഴാണെങ്കിൽ ഞാൻ എനിക്ക് മറ്റേ ഫോൺ ഉപയോഗിച്ച് ഭയങ്കര വലിയ ഫോൺ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ അത് എടുക്കാൻ പോയില്ല. കാരണം കാര്യമില്ല, ക്യാമറ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റിയിൽ ഒത്തിരി കോംപ്രമൈസ് ചെയ്തു അവർ. പക്ഷേ കമ്പയർ ടു അവർ ഒരു പുതിയ ഫോൺ ഇപ്രാവശ്യം കൊണ്ടുവന്നതിന് എയർ കൊണ്ടുവന്നു, അത് ഞാൻ മേടിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പം
അവരുടെ ബേസ് ഫോൺ അലുമിനിയത്തെക്കാൾ ഇച്ചിരിയോടെ ഇതാണ്. പക്ഷേ ഈ ഫോൺ നമുക്ക് ടൈറ്റീനിയം തരുന്നുണ്ട്, ഫുള്ളി ടൈറ്റീനിയം ആണ് ആ ഫോൺ. പിന്നെ മറ്റേ 2 ഫോൺ തരുന്നതിൽ കൂടുതൽ ബെൻഡിനും മറ്റേ എന്താ പറയുക താഴെ വീണാൽ പൊട്ടാതിനും കൂടുതൽ പ്രൊട്ടക്ഷൻ ഈ ഫോണിനുണ്ട്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ കെയർ ചെയ്യുന്നത് കമ്പയർ ടു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈവൻ സാംസങ് ആണെങ്കിലും കുറേ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന ഫോണുകളിൽ. അതിന്റെ ബോഡിയിൽ എന്തോ കുറച്ചും കൂടെ താഴോട്ട് പോയത് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ ഇപ്പോൾ അലുമിനിയം അല്ലേ, അലുമിനിയം ഇപ്പോൾ അലുമിനിയം വന്നു. ഫുൾ അലുമിനിയം ആണ്. പിന്നെ സാംസങ് ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു നിന്റെ ഫോൺ വരെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സൈഡിലോട്ട് സ്ക്രീൻ വരുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്നു, സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ പറ്റത്തില്ല, സ്ക്രീനിന് ഒരു ക്രാക്ക് വരും. അത് സുഖമായിരുന്നു നിങ്ങൾ പിടിച്ച് പണിയെടുക്കാൻ അടിപൊളി. അല്ല എനിക്ക് ആ ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ കേർഡ് ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ പറ്റത്തില്ല, താഴെ വീണാൽ തീർന്നു. ഈവൻ ബാക്കിന്റെ ഗ്ലാസ് തീരണ്ടല്ല, അത് ഭയങ്കര ഗൊറില്ല ഗ്ലാസ് ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന്റെ വേറെ പ്രശ്നമാണ് ഇവർ സൈഡിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ളത്. സൈഡിൽ ഉപയോഗിക്കുന്നത് ജസ്റ്റ് അലുമിനിയം ആണെങ്കിൽ ഉറപ്പായിട്ടും താഴെ വീണ് കഴിഞ്ഞാൽ ബെൻഡ് ആവും. എൻ്റെ 2 ഫോണും പൊട്ടി, സ്ക്രീൻ ഈ ഫോണും പഴഞ്ഞ ഫോണും മൊത്തം പൊട്ടിച്ചെറി. പിന്നെ എനിക്ക് തോന്നുന്നു ഐഫോൺ സാംസങ്ങിൽ വേറൊരു സീൻ കണ്ടുവരുന്നത് ഈ സ്ക്രീനിൻ്റെ പ്രശ്നം നിനക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ സ്ക്രീനിൽ ലൈൻ വരത്തില്ലേ, അത് താഴെ വീണ് പൊട്ടിയുണ്ടോ? അല്ലല്ല അതല്ലാണ്ട് സ്ക്രീനിന്റെ നടുക്കൂടി ഇങ്ങനെ ഒരു പച്ച വര മഞ്ഞ അല്ലല്ല സാംസങ്ങിലാണ് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് OnePlus വന്നു, പിന്നെ എനിക്ക് വന്നത്. പക്ഷെ എനിക്ക് ആ പ്രശ്നമില്ല. ഐഫോണിന്റെ ഞാൻ ഓപ്പോയ്ക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓപ്പോ ബെസ്റ്റ് ലെജൻഡറി ഫോണാണ് അത്. സ്ക്രീനിന്റെ പ്രശ്നമായിരുന്നു അതെനിക്ക്. പക്ഷേ പ്രശ്നം വെച്ചാൽ സാംസങ്ങിനും സ്ക്രീൻ കൊടുക്കുന്ന ആപ്പിളിനും സ്ക്രീൻ കൊടുക്കുന്ന സാംസങ് ആണ്. ആ സ്ക്രീനിന്റെ പ്രശ്നമായിരുന്നു. എനിക്ക് അവർ റീകോൾ ചെയ്ത് റെഡിയാക്കി. ഐഫോണിന്റെ ക്യാമറ പോകുന്നത് സോണിന്നാ, എല്ലാം വേറെ വേറെ അവിടെ നിന്നൊക്കെ എടുക്കുന്നത്. അവരുടെ ക്വാളിറ്റി അടിപൊളിയാണ്. എനിക്ക് അല്ല സാംസങ്ങിന്റെയും ക്യാമറ സാംസങ്ങിന്റെ അല്ലല്ലോ അത്, അതേ തോന്നുന്നു അല്ലേ, അവരുടെ തന്നെ സെൻസറും കാര്യങ്ങളെല്ലാം അവരുടെയാന്ന് തോന്നുന്നത്. ഐഫോണിന് ഇതെല്ലാം സോഴ്സ് ചെയ്യുന്ന അവർ പുറത്തുനിന്ന് എടുക്കുന്നത്. പക്ഷെ എനിക്കൊന്ന് ഫൈനലി ആ ഡിവൈസ് വന്നു കഴിയുമ്പം എൻ്റെ ഇതില്ല OS-ലാണല്ലോ ഇരിക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഫോണിൽ നിന്ന് ഐപാഡിലേക്ക് ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുന്നതൊക്കെ പട്ടയെന്ന് പറഞ്ഞ പരിപാടികൾ കഴിയും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ട് പോവും, ഇപ്പുറത്തോട്ട് പോവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും. ഈവൻ നമുക്ക് സിറി കാര്യങ്ങളൊക്കെ ഒറ്റ ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സിറി കുറച്ച് ശോകമല്ലേ ഇപ്പം, ഞാൻ കുറേ സിറി കണക്ടിവിറ്റി ആപ്പിളൊരു ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ആളൊന്ന് മറ്റേ വീട്ടിൽ പല പല ഡിവൈസ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നീ നിൽക്കുന്നത് ആപ്പിൾ സ്പീക്കറിൻ്റെ അടുത്താണ്, പക്ഷേ ആപ്പിളിൻ്റെ ഒരു ഐപാഡ് 2 അപ്പുറത്ത് ദൂരെ ഇരിപ്പുണ്ട്, ഇത് അപ്പുറത്ത് ദൂരെ ഇരിപ്പുണ്ട്, ഇതിലപ്പുറം. നീ സ്പീക്കറിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ സ്പീക്കർ കേട്ടിട്ട് ആ ഇൻഫർമേഷൻ ഇപ്പുറത്തോട്ട് കൊടുക്കും. അങ്ങനെ ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളുണ്ട്. അത് വേറെ ആരെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് ആപ്പിൾ ഒരു ആഡ് ചെയ്തായിരുന്നു. സ്റ്റിൽ ഇപ്പോൾ അവർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവർ ആ സ്പീക്കർ ഇറക്കിയ സമയത്ത് ഒരു ആപ്പിളിൻ്റെ ഒരു സ്പീക്കറുണ്ട്, ആപ്പിളിൻ്റെ ഒരു മറ്റേ നമ്മുടെ അലക്സ പോലത്തെ ഒരു കുഞ്ഞു സാധനമുണ്ട്. അപ്പോൾ $100-120 എന്തോ അതിന് അത്ര വർത്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിലും വേറെ അലക്സ തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിക്സൽ ഉപയോഗിക്കുമ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ വോയിസ് വെച്ചിട്ടുള്ള സംഭവം. നമ്മൾ വോയിസ് വെച്ച് ടൈപ്പ് ചെയ്യുന്നത് കീബോർഡ് അതിൻ്റെ ഞാൻ ഇതിലുപയോഗിച്ച് സാംസങ്ങിൽ ഏതിലുപയോഗിച്ചാലുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ടു സ്പീച്ച് അവരുടെ റെക്കോർഡർ എനിക്കൊന്ന് അവർക്ക് ആ ഒരു റെക്കോർഡർ ആപ്ലിക്കേഷൻ അവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഈ സംഭവമാണ്, ഗൂഗിളിൻ്റെ സംഭവമാണ് കീബോർഡ്. ഇപ്പം ഞാൻ ആ കീബോർഡ് ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കി, ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത്രയും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ആ ഒരു സംഭവം മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഓവറോൾ സോഫ്റ്റ്വെയർ ഗൂഗിൾ വെച്ചേക്കുന്നത് വെച്ചാൽ ആ ഫോണിൻ്റെ അകത്ത് ഒരു ആപ്പിൽ നടക്കുന്ന മറ്റേ സംഭവങ്ങൾ മറ്റേ ആപ്പ് അറിയുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ മെസ്സേജസിൽ എത്ര മണിക്കാണ് ഫ്ലൈറ്റ് എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇപ്പോൾ അവർ ആഡ് ഇറക്കുന്നത്, നമ്മൾ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി പറയും നമ്മുടെ ഫ്ലൈറ്റ് എത്രയാണെന്ന് ഗൂഗിളിന് അറിയാം. പ്രൈവസിയിലുള്ള ഒരു കടത്തമാണ്, ബട്ട് ദെൻ കൺവീനിയൻസിലും സംഭവങ്ങളൊക്കെ. പിന്നെ എനിക്കൊന്ന് എല്ലാ ഫോണിലും ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു സമയത്ത് ഞാൻ ആപ്പ് ഓപ്പൺ ആക്കാൻ പോകുമ്പോൾ ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ സജസ്റ്റഡ് ആപ്പ് വരും. ഞാൻ ഉദ്ദേശിക്കുന്ന ആ സംഭവം കറക്റ്റ് ആയിട്ട് അത് നമ്മുടെ ബിഹേവിയർ പാറ്റേൺ അനുസരിച്ചാണ്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ ആപ്പ് എപ്പോഴും ഉപയോഗിക്കുന്നു, എല്ലാ ഫോണിലും ഉള്ളതായിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അടിപൊളി സംഭവമുണ്ട്. എന്താ ഈവൻ എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ നമ്മുടെ ഐഫോണിൻ്റെ സിറി പോലെ സാംസങ്ങിൻ്റെ എന്തുവാ ഇപ്പോൾ ഗൂഗിളാണോ? അല്ല, ബിക്സ്ബി ഉണ്ട്, പക്ഷേ ബിക്സ്ബി അത്രയും ഇതാണോ? ഭയങ്കര ശോകമാണ്. ബിക്സ്ബി ആരും ഉപയോഗിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ജെമിനിയിലേക്ക് സിറി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിറി പണ്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് നൈസാണ്, കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളും എല്ലാം. അതൊരു പെർക്കായിരുന്നു ആൾക്കാർ. കാരണം പറഞ്ഞ് കൂടുതൽ ഇത് വരത്തില്ലേ, ആപ്പിളിന് സ്വന്തമായിട്ടുള്ള ഒരു ഇതാണല്ലോ. പക്ഷെ അതും സ്റ്റിൽ എനിക്കൊന്ന് ChatGPT എന്നൊക്കെ ഇപ്പൊ എടുക്കുന്നത് ഷോക്കാണെന്നാണ് ഞാൻ ഇത് എല്ലാത്തിൽ തന്നെ എടുക്കുന്നത്. സോ നിങ്ങൾക്ക് വയർലെസ് പവർ ഷെയറിംഗ് പറ്റുമോ?
വയർലെസ് ഫയൽ ഷെയറിംഗ്. പവർ ഷെയറിംഗ്. അപ്പോൾ ഫോണിൽ നിന്ന് വേറെ എന്തെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും ഫോൺ ഉപയോഗിച്ച്? റിവേഴ്സ് ചാർജിങ് ഇല്ല. അത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചാർജിങ് ഉണ്ടോ? ചെയ്യാൻ പറ്റും, എന്റെ ഫോണിൽ നിന്ന് വേറൊരു സാധനം ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യാൻ പറ്റും. എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അതെനിക്കൊന്ന് ഐഫോൺ 15 Pro Max തൊട്ടായിരുന്നു അത് വന്നു തുടങ്ങി. ബാക്കിൽ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അവരൊരു മാഗ്നറ്റിന്റെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തും എനിക്കറിയില്ല. റിവേഴ്സ് ചാർജിങ് ചെയ്യാൻ പറ്റും. കുറെ സാധനങ്ങളുണ്ട്. ആപ്പിൾ ടു ആപ്പിൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ അതിൽ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ആപ്പിൾ ടു ആൻഡ്രോയിഡ് പറ്റുമെന്ന് എനിക്ക് ആപ്പിൾ തോന്നുന്നില്ല. ടു ആൻഡ്രോയിഡ് അത് തിരിച്ചു ഐ മീൻ എങ്ങനെയായിരിക്കും ആൻഡ്രോയിഡിൽ നിന്ന് ആപ്പിളിലേക്ക് എങ്ങനെയാണെങ്കിലും പോകുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ സെറ്റപ്പ്. ആൻഡ്രോയിഡിൽ നിന്ന് ആപ്പിൾ ചാർജ് ചെയ്യാൻ പറ്റും. തിരിച്ച് എനിക്കറിയില്ല പറ്റുമെന്ന് സെർച്ച് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ശോകമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഐഫോണിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലാണെങ്കിലും 50 ലക്ഷം കൊടുക്കുമ്പോൾ ഫോർച്യൂണർ കിട്ടും. പക്ഷേ ഫോർച്യൂണറിൽ ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ 50 വർഷം കഴിഞ്ഞാൽ ഫോർച്യൂണർ അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ അതേ സെയിം സമയത്ത് നമ്മൾ ഫോർഡിൻ്റെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അത് കൈപോക്കും. സെയിം സംഭവമാണ് ഐഫോണിൻ്റെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്. ഫോണെന്ന് വേണേൽ കാണിച്ചു. ഇതെനിക്കറിയത്തില്ല ഏത് ജാമ്പു കാലത്തുള്ളതാണ്. ഞാൻ മാസങ്ങളോളം കുത്തിയിടത്തില്ല, ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് കുത്തിയിടും. ഒരു പ്രശ്നമില്ല, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ് വർക്കിംഗ് ആണ്, ഒരു ലാഗില്ല സംഭവങ്ങൾ. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഈവൻ ഫോണിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളാരും ഹാർഡ് കോർ യൂസേഴ്സ് അല്ല. ഐഫോണിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ്, അതിലവരെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈവൻ മാക്ബുക്കിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എഡിറ്റേഴ്സ് വരും. അവർക്ക് വേണമെങ്കിൽ ഭയങ്കര വലിയ PC സെറ്റപ്പ് ഒക്കെ ചെയ്യാം. ഇത്രയും വലിയ PC, ഇത്രയും വലിയ മോണിറ്റർ കാര്യങ്ങളൊക്കെ വയ്ക്കാം, അതിന് ഇത്രയും GB കാര്യങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയൊരു മാക്ബുക്ക് ലേറ്റസ്റ്റ് M ഏതാ ഇപ്പോൾ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, M4ൻ്റെ ഒരു ചിപ്പ് ഉള്ളൊരു ചെറിയൊരു സാധനത്തിന് സെയിം എഫിഷ്യൻസി, അതിനെക്കാട്ട് സ്പീഡിൽ അത് എക്സ്പോർട്ട് എക്സ്പോർട്ട് അതിൽ സ്പീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഈവൻ ഗെയിമേഴ്സിനാണേലും ഒരിടയ്ക്ക് ഇപ്പോൾ ഐഫോണിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 60 FPS ആയിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്, iPhone 16 വരെ. അതിനു മുമ്പ് ഗെയിമേഴ്സിന് എല്ലാവർക്കും സാംസങ്ങിൽ 120 കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 120 ഒട്ടും റിലയബിൾ അല്ലായിരുന്നു. 120ൽ നിന്ന് ഫെയിം ഡ്രോപ്പ് ആയിട്ട് 50 അല്ലെങ്കിൽ 40ലേക്കൊക്കെ പോകും. അപ്പോൾ ചിലപ്പോൾ നമ്മളെ എനിമി വരുമ്പോഴായിരിക്കും 40ലേക്ക് ആടുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് 2 ലക്ഷം കൊടുത്തിട്ട് അതിന് ഗുണമില്ല. പക്ഷേ ഐഫോണിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ 60 FPS എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ 50-80 പോവും. അതിൽ താരം ഒരു തുള്ളി പോകത്തില്ല. അത് ഏറ്റവും iPhone 8 അവർ ലോഞ്ച് ചെയ്തത് 60 FPS iPhone 8ലാണ്. iPhone 8ൽ PUBG കളിച്ചാലും അല്ലെങ്കിൽ ഏത് ഗെയിം കളിച്ചാലും അത് സ്റ്റിൽ എഫിഷ്യൻ്റ് ആണ്. പക്ഷേ ഈ ഫ്രെയിം റേറ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ നിനക്ക് ലോക്ക് ചെയ്തിടാം, 60ൽ 180 120 ലോക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ 0 to 180 എവിടെ വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. സാംസങ്ങിൽ അവിടെയാണ് ആ കുഴപ്പം വരുന്നത്. ലൈക്ക് ഇപ്പോൾ നീ കളിച്ചോണ്ടിരിക്കുമ്പോൾ 120 ആയിരുന്നു, പെട്ടെന്ന് താഴെ. പക്ഷേ എഫിഷ്യൻ്റ് അല്ലായിരുന്നു. ഈവൻ നമ്മൾ ഫിക്സ്ഡ്, എനിക്ക് തോന്നുന്നില്ല അത് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ അതെന്തായാലും ഡിഫറൻസ് ചെയ്യും. കാരണം നമുക്ക് സാധാരണക്കാർക്ക് പ്രശ്നമില്ല. ടൂർണമെന്റ് കളിക്കണവര് അത് പ്രൊഫഷണൽ ആയത് ഒരു പ്രൊഫഷണൽ ആയിട്ട് ലോക്ക് ചെയ്തിട്ട് കളിച്ചാൽ മതിയല്ലോ. ലോക്ക് ചെയ്താലും അത് എഫിഷ്യൻ്റ് അല്ല, അതാണ് അതിന്റെ പ്രശ്നം. നിലവിൽ എനിക്ക് അറിയത്തില്ല. നിലവിൽ ഇപ്പോൾ ഈ സാംസങ് ഇതിപ്പോൾ ബേസിക്കലി ഇവരുടെ സ്ക്രീൻ കൊടുക്കുന്നത് സാംസങ് ആണ്. സാംസങ്ങിന്റെ സ്ക്രീൻ വേറെ ലെവലാണ്. സ്ക്രീൻ അല്ലടാ, സ്ക്രീൻ അല്ല അതിന്റെ അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഏത് വേണേലും ആയിക്കോട്ടെ. അതിന്റെ മെയിൻ സംഭവം അതിന്റെ ഇത് പെർഫോമൻസിന്റെ കാർഡ് എഴുതിന്ന് പറയുന്നത് ബയോണിക്. അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും. ഈവൻ ക്യാമറ ആണെങ്കിലും അവരുടെ വേറെ വരുന്നത്. പക്ഷെ അവരുടെ ക്യാമറയിൽ വീഡിയോ റെക്കോർഡിങ് ഇത്രയും നല്ലതിന്റെ കാരണം എന്താ, അവരുടെ ബയോണിക് ചിപ്പ് കാരണമാണ്. ആ ചിപ്പാണ് ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതാണ് മെയിൻ സംഭവം. സോ അത് ഡിബേറ്റബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അനുസരിച്ച് പറഞ്ഞറിയിക്കുക. കാര്യം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു സംഭവം എനിക്കിത് ഭയങ്കര മാറ്റർ ചെയ്യുന്നുണ്ട്, ഈ FPS. കാര്യം എനിക്ക് ഐഫോൺ ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ആപ്പിൻ്റെ അനിമേഷൻ്റെ പ്രശ്നം അതാണ്. സ്മൂത്ത് ആണെന്ന്, പക്ഷേ എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല, ആ ഒരു സ്മൂത്തിൻ്റെ സംഭവം. കാര്യം ഇടയ്ക്ക് എവിടെ പിടിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കാത്ത കാര്യം. എനിക്കൊരു ഇല്ല, ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് എടുത്ത് ഞാൻ 17 എടുത്ത്. പക്ഷെ അതിൽ നമ്മൾ മാറ്റണം. ബൈ ഡിഫോൾട്ട് 60 എനിക്കറിയത്തില്ല, 120 മാറ്റണം. ഓൾദോ 120 എനിക്കറിയാം, പേപ്പറിൽ 120 ആണ്. അത് 120 ആണെന്ന് ഞാൻ സെറ്റിംഗ്സിലൊക്കെ പോയി നോക്കിയായിരുന്നു. 120 ആണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഐഫോണിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ എല്ലാ സംഭവം ടെസ്റ്റ് ചെയ്തിട്ടേ ഇറക്കത്തുള്ളൂ. ഇപ്പോൾ ബാക്കി ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചാടി കയറി എല്ലാം ഇറക്കും. ഇപ്പോൾ ടൊയോട്ടയുടെയും ഗുണം അതാ, അവരെ ഒരു സാധനം ഇറക്കുമ്പോൾ അത് 50 വർഷം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇറക്കത്തുള്ളൂ. ഈവൻ ഐഫോണിൻ്റെ ഫേസ് ID ആണ്, അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്. ഈ പഴയ ഫോണിൽ ഇപ്പോഴും ഫിംഗർ പ്രിന്റ്. ഞാൻ 100 തവണ ചെയ്താൽ 99% മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ എനിക്ക് തോന്നുന്നു ആപ്പിളിനെ കോപ്പിയിടാണ് ബാക്കി ആൾക്കാർ. ഇപ്പോൾ ഫേസ് ID ആദ്യം വന്നത്, അത് ഫേസ് ID മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി ഫേസ് ID, പിന്നെ ഓഡിയോ ജാക്ക് എടുത്ത് കളഞ്ഞത് ആപ്പിളാണ്. പിന്നെ മറ്റേ അവരുടെ വരുന്ന ബോക്സിന്റെ സൈസ് കുറച്ചത് ആപ്പിളാണ് ആദ്യം. പ്ലാസ്റ്റിക് കുറയ്ക്കാനും ഇതൊക്കെയാന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊരു ട്രെൻഡ് ആയല്ലോ. പിന്നെ ഇപ്പോൾ എല്ലാവരും അതൊക്കെ തന്നെയല്ലോ ഫോളോ ചെയ്യുന്നത്. ചാർജറിന്റെ ബ്രിക്ക് എടുത്ത് മാറ്റി,
അത് ആപ്പിളാണ് കൊണ്ടുവന്നത്. ഈ വർഷം ഫോൾഡ് വരുന്നു. അതൊന്നുമല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ള ഫോണിൻ്റെ ഇത് കൂട്ടണം. അതിപ്പോൾ ഇപ്പോൾ ഈ സാംസങ് ഇപ്പോൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കൊല്ലം കഴിയുമ്പോഴേക്ക് ഐഫോൺ ഇറക്കുന്നു. ഐഫോൺ പറയും പുതിയ ഞങ്ങൾ സാധനം കൊണ്ടുവന്ന് പറഞ്ഞ് ഒരു 50 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇറക്കുന്നത്. പക്ഷെ അത് നമുക്ക് കാര്യമില്ലല്ലോ. ബോദർ ചെയ്യുന്നവർക്ക് ശരിയാണ്. ബോദർ ചെയ്യുന്നവർക്ക് സാംസങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ബോദർ ചെയ്യാണ്ട് എന്നെ പോലെ എക്കോസിസ്റ്റം ഇഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് എനിക്കൊന്ന് പേഴ്സണൽ ആണെന്നാണ് തോന്നുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാം പേഴ്സണൽ ആണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഐഫോൺ ഇഷ്ടമുള്ളവർക്ക് ഐഫോൺ ഇഷ്ടപ്പെടുള്ളൂ, സാംസങ് ഒക്കെ ഉപയോഗിച്ച് വന്നവർക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ. രണ്ടും ഇപ്പോൾ അതിൻ്റെ ഡിബേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു കാലത്ത് എല്ലാ ഫോണും ഓൾമോസ്റ്റ് കമ്പയറബിളാണ്. എല്ലാ ഫോണും സാംസങ്ങും ഐഫോണും മാത്രമല്ല, ആ $1000-$2000 റേഞ്ചിൽ വേറെ ഷാമിയുടെ ഫോണൊക്കെ കിട്ടും. അതിനേക്കാളും ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്യാമറയാണ്. അങ്ങനത്തെ ഫോണിലൊക്കെ വേറെയും കിട്ടും. സോ നിങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നിങ്ങൾക്ക് കമ്പയറബിൾ അല്ല, ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി കമൻറ്റിൽ പറഞ്ഞറിയിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഐഫോൺ ഫാൻസ് ആണ് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റിൽ ഐഫോൺ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാൻ പ്ലാൻ ഉണ്ടോ, അതോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കമൻറ്റ്സിൽ പറഞ്ഞറിയിക്കുക. ആൻഡ് വി വുഡ് ലവ് ടു നോ. ബീങ് സെഡ്, ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മളോട് ഒഫീഷ്യലി റാപ്പ് അപ്പ് ചെയ്യാണ്. ആൻഡ് ദെൻ സംഗീത എന്തെങ്കിലും വ്യൂസിനോട് പറയാനുണ്ടോ? എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. കമൻസൊക്കെ നമ്മൾ വാല്യുബിൾ കമൻസ് എല്ലാം കാണുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ്സിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ പോരായ്മകളെല്ലാം ഉണ്ടെന്ന് അറിയാം. പക്ഷേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത്രേ ഇപ്പോൾ പറയാനുള്ളൂ.